ഓരോ ദിവസവും രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്ന 21 വയസ്സുകാരനായ തൻ്റെ മകനെക്കുറിച്ച് വല്ലാത്ത ആശങ്കയിലുള്ള ഒരു കുടുംബം ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് വരികയുണ്ടായി. ആദ്യ തവണ വന്നപ്പോൾ 21 വയസ്സുള്ള തൻ്റെ മകനിലുണ്ടായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് പറയാനായിരുന്നു വന്നിരുന്നത്. ആ മകൻ്റെ ഒരു ശൈലി എന്താണെന്ന് പറഞ്ഞാൽ രാത്രി അത്രയും വൈകിയാണ് വീട്ടിലേക്ക് എത്തുക. 12 മണി കഴിഞ്ഞിട്ട് രാവിലെ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് 11 മണി ഒക്കെ 10 മണിയൊക്കെ ആകുന്ന സമയത്താണ്. അവൻ്റെ എല്ലാ ദിവസത്തെ ജീവിത ശൈലിയും ഇതുപോലെ തന്നെയാണുള്ളത്. മാത്രമല്ല പുറമേ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ട് അവനെക്കുറിച്ച്, അവനെ ഇത്തിരി ഡ്രഗ്സൊക്കെ യൂസാക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ നന്നായി മെലിഞ്ഞൊട്ടിയിരിക്കുന്നു, കാര്യമായി ഭക്ഷണം കഴിക്കുന്നില്ല, വീട്ടുകാരോടും മറ്റുമൊക്കെ എപ്പോഴും വയലൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പേരാണ് അവൻ്റെ പേര്. ആ പേരും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കണക്ക് നോക്കല്ല കേട്ടോ, കണക്ക് നോക്കുന്ന സംഗതിയല്ല പറയുന്നത്. അവൻ്റെ പേര് എന്നെ അർത്ഥം നോക്കുമ്പോൾ, പേരിൻ്റെ അർത്ഥം നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അത്രമേൽ നല്ല ഒരു പേരിന് ഉടമയാകാൻ ഭാഗ്യം ലഭിച്ചവൻ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവൻ്റെ പ്രവർത്തനങ്ങൾ, നിസ്കാരം തീരെയില്ല, പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ, ചില ചീത്ത പ്രവർത്തനങ്ങൾ, ദുഷ്പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അവനവൻ്റെ നെഞ്ചിലും വലത് കൈയിൻ്റെ തോളൻ ഭാഗത്തും ടാറ്റു പച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ പ്രവർത്തനത്തിലും ജീവിതശൈലിയിലൊക്കെ വീട്ടുകാർക്ക് വല്ലാത്ത ആശങ്കയാണ്, എന്തു ചെയ്യണമെന്നറിയുന്നില്ല. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവർ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ആദ്യ തവണ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും രണ്ടാമത്തെ പ്രാവശ്യവും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും മൂന്നാമത്തെ തവണ അവനെ വിളിക്കുകയൊക്കെ ചെയ്തു. അവനിവിടെ നേരിട്ട് വരികയുണ്ടായി. എനിക്ക് വലിയ സന്തോഷമുണ്ടായി അവൻ വന്നപ്പോൾ. കാരണം അവൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിട്ടും നമ്മൾ പറഞ്ഞത് അവരെ കേട്ട് ഇങ്ങോട്ട് വരികയും നമ്മൾ പറഞ്ഞ രൂപത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ വല്ലാത്തൊരനുഭൂതി. അപ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിലാക്കും, നമ്മളൊരു ദിവസം ഏകദേശം രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു 11-12 മണി വരെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും മാറില്ലെന്ന് പ്രതീക്ഷിക്കാത്ത, പ്രതീക്ഷ തീരെ ഇല്ലാത്ത, നിരാശയോട് കഴിയുന്ന ഒരു മകനെക്കുറിച്ച് ഇത്ര ആശങ്കയുണ്ടായിരുന്ന ആ കുടുംബത്തിന് ആ മോൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് ഇതുകൊണ്ട് കിട്ടിയൊരു നേട്ടമാണ്. ഇതൊരു ദഅവത്തിൻ്റെ മാർഗവുമായിട്ടാണ്. ഇത് ശരിക്കും ഒരു ദഅവത്താണല്ലോ. നമ്മുടെ മുമ്പിൽ കുറേ ആളുകൾ വരുന്നു വിദൂര സ്ഥലങ്ങളിൽ നിന്ന്, നമുക്ക് അവരെ കിട്ടുകയാണ് യഥാർത്ഥത്തിൽ. പലർക്കും മുമ്പിലും സമയം കൊടുക്കാൻ കഴിയാതെ, അവരാർക്കും പിടികൊടുക്കാതെ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 10 മിനിറ്റെങ്കിലും അവർ സമയം നൽകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി അവർക്ക് ഇസ്ലാമിനെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും അവരുടെ മനസാന്തരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്നതൊന്നും വെറുതെ ആകുന്നില്ല എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ആ വിഷയത്തിലേക്ക് പറയാം. അവന് മാറാനുണ്ടായ ഒരു കാരണം എന്താണെന്നുള്ളത്, എങ്ങനെയാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുത്തു എന്നുള്ളത് പറയാം ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയുടെയും വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റാറ്റസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവൻ്റെ ജീവിതശൈലി എന്താണെന്ന് അവനെ കണ്ടാൽ തിരിയും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ രൂപത്തിലാണ് അവൻ്റെ ഒരു ബോഡി തന്നെ ഉണ്ടായിട്ടുള്ളത്. അവൻ ഈ ഡ്രഗ്സ് അടിച്ചു കയറ്റിയിട്ട്, യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ അറിയാൻ കുറച്ച് ലേറ്റായി, പക്ഷേ ഇവനിത് അടിച്ചു കയറ്റി വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. അത്രമേൽ കണ്ടാൽ തന്നെ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഞാൻ എൻ്റെ അടുത്തുകൂടെ ഇരുത്തിയിട്ട് ഞാൻ അവനോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച്, ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നീ അവസാനമായിട്ട് സുബ്ഹ് നിസ്കരിച്ചത് എന്നാണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവനക്കത് ഓർമ്മ തന്നെയില്ല. യഥാർത്ഥത്തിൽ അവനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകും. അതൊരു ദിവസമോ 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രിപ്പാകും. ആ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ ഫാമിലിക്ക് അറിയാവുന്നൊരു വിഷയമാണ്.
അതവർക്കൊരു പ്രശ്നമില്ലതാനും. ആ രൂപത്തിലേക്കൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ജീവിതശൈലി ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇവന് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഇവന് ഞാൻ അസ്മാഉൽ ഹുസ്നയിലെ ഒരൊറ്റ ഇസ്മ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നീ രാവിലെ എഴുന്നേറ്റ ഉടനെ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ് ഇത്രയും തവണ ചൊല്ലണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അവനൊന്ന് ആത്മീയമായിട്ടൊന്ന് തിരിക്കാനുള്ള ഒരു ഇതായിരുന്നു. ആ ഇസ്മ അവൻ്റെ നാക്കുകൊണ്ട് ഇങ്ങനെ ചൊല്ലുമ്പോൾ തീർച്ചയായും അതിനൊരു പവറും മഹത്വം ഉണ്ടല്ലോ, അതിൽ റെഡിയാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ്റെ ഉമ്മയും ഉപ്പയും വളരെ നിരാശയിലാണ്, പാവങ്ങളാണ്, സാധുക്കളാണ്. അവർക്കൊന്നും അറിയില്ല, ഈ ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല, മൊബൈലിനെ കുറിച്ചൊന്നും അറിയില്ല. എന്താ മോനെ നീ നേരം വഴുകിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അവരെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി ആംബുലൻസിലായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ പറയുമ്പോഴേക്ക് വിശ്വസിക്കുന്ന പാവപ്പെട്ട അങ്ങനത്തെ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ട ഒരു കുടുംബം, പലർക്കും ഇത്തരം വിഷയങ്ങളൊന്നും അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവരോട് നമ്മളെ മാതാപിതാക്കളോട് വിശുദ്ധ ഖുർആനിലെ വളരെ പവർഫുള്ളായിട്ടുള്ള സൂറത്തുൽ മാഇദയിൽ ആയത്തുണ്ട്. ഇതിവിടെ വരുന്നവർക്കറിയാം, പലർക്കും ഞാനത് ഓതാൻ കൊടുത്തൊരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാ എന്ന് തുടങ്ങുന്ന ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് അവസാനിക്കുന്ന ഒരായത്തും കൂടെ ചിലപ്പോൾ പറയാറുണ്ട്. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട ഒരു അമല് പറഞ്ഞു കൊടുക്കുകയും നല്ല മാറ്റം ഉണ്ടായി. ഞാൻ ഇവൻ്റെ ഇൻസ്റ്റയുടെ ID നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവനോട് എനിക്കൊരു മെസ്സേജ് ഇടാൻ പറഞ്ഞു. നീ ഇത് ചൊല്ലിയിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞു. അതൊക്കെ അവനിങ്ങനെ അകന്നു പോകരുത്, അവന് നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിൽ തന്നെ അങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഒരു രോഗമുണ്ട്, ചെറിയൊരു രോഗം എന്ന് പറഞ്ഞാൽ അത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ രോഗവുമായി ബന്ധപ്പെടുത്തിയൊക്കെ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ, അത് വല്ലാതെ അവനെ ബാധിക്കും. അതൊക്കെ അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം വല്ലാത്തൊരു ഗോൾഡൻ ടൈമായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് ഇവനിതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇസ്ലാമികമായ വിധി ഒരു പക്ഷേ നീ കേട്ടിട്ടുണ്ടാകും, ഒരു പക്ഷേ നീ കേട്ടിട്ടുണ്ടായിരിക്കില്ല, കേൾക്കാനുള്ള സാധ്യതയുണ്ട്, കേൾക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിനക്ക് ഈ ഹദീസ് അറിയോ? നീ ബുഖാരി മുസ്ലിം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബുഖാരിയിലും മുസ്ലിമിലുള്ള ഒരു ഹദീസ് ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചൊരു വിഭാഗത്തിലാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ചെയ്യുന്ന തെറ്റാണെന്ന് നിനക്കറിയാലോ. ഓനക്കതൊക്കെ ബോധ്യമുണ്ട് കേട്ടോ. നീ ചെയ്യുന്ന ഈ ഡ്രഗ്സ്, മദ്യപിക്കുന്നതും നീ ഈ MDMA യൂസാക്കുന്നതൊക്കെ തെറ്റാണെന്ന് നിനക്കറിയാലോ. നീ ഇങ്ങനെ തെറ്റിലമർന്ന് ജീവിച്ചിട്ടും അള്ളാഹ് നിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അള്ളാഹ് നിൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നീ എപ്പോഴോ വഴിയോരങ്ങളിലൂടെ നടന്നു പോയപ്പോൾ അത്ഭുതകരമായിട്ട് ചില അപകടങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? അള്ളാഹ്ക്ക് നിന്നെ അവിടെ വെച്ച് തീർക്കായിരുന്നല്ലോ. നീ ഇങ്ങനെ കള്ളുടിച്ച് നടന്നിട്ടും MDMA ഉപയോഗിച്ച് നടന്നിട്ടും നീ ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നടന്നിട്ട് ഏതെങ്കിലും ഒരു നിമിഷം അള്ളാഹ് നിനക്ക് ഭക്ഷണം തരാതിരുന്നിക്കണ? നീ ഒരു ദിവസം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഒരു 10 മിനിറ്റ് അവനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നീ ഇപ്പോൾ ധരിച്ച ഈ ഡ്രസ്സിൻ്റെ, അവന് ബട്ടൺസൊന്നും മുഴുവനായിട്ട് ധരിച്ചിട്ടില്ല, അവൻ്റെ ടാറ്റു ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ളത്. നീ ഇപ്പോൾ ഈ ധരിച്ചിട്ടുള്ള ഈ ബട്ടൺസ്, ഇത് നിനക്ക് തന്നെ ഇതഴിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു ലോകത്താണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കിതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ നീ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒരു 10 മിനിറ്റ് നീ സമയം ചെലവഴിച്ചാൽ മതി, നിനക്കത് ബോധ്യപ്പെടും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അവനെ തയ്യാറായി പല വിഷയങ്ങൾക്കും. അവൻ എന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, പക്ഷേ എനിക്ക് ടാറ്റു ഞാൻ ചെയ്തത് എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് കുറച്ച് കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്, റിമൂവ് ചെയ്താൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദ് പറഞ്ഞല്ലോ കുളിയെയും എൻ്റെ നിർബന്ധമായ കുളിയെയൊക്കെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, എനിക്കിതിനെന്താ പരിഹാരം, എനിക്കെന്തെങ്കിലും പരിഹാരം ഉണ്ടോ, ഇനി അത് ഒഴിവാക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും വല്ലാത്ത വിഷമം ആ രൂപത്തിലേക്ക് അവനെത്തി. ഓൻ്റെ ഒരു റമളാൻ വരാനുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, നീ ഉടനെ നിൻ്റെ മനസ്സിങ്ങനെ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട, നിൻ്റെ ഹൃദയത്തിൽ എവിടെയോ നന്മയുടെ ഒരു കണികയുണ്ട്,
മാത്രമല്ല നിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ ഒരു നന്മയുടെ ഒരു ഭാഗവുമാണത്. തീർച്ചയായും നീ രക്ഷപ്പെടും, നീ പരാജയപ്പെടില്ല, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനോട് ഞാൻ വളരെ പെട്ടെന്ന്, നിൻ്റെ മനസ്സ് ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് നീ തൗബ ചെയ്ത് മടങ്ങണം, തൗബ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്ന റമളാൻ നന്നായിട്ട് ഉപയോഗിക്കുകയും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലോണം അത് ഉൾക്കൊള്ളാൻ തയ്യാറായി. ഇപ്പോൾ അവൻ്റെ ഒരു ശൈലി എങ്ങനെയെന്ന് ചോദിച്ചാൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ അവൻ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കളാകുന്നുണ്ട് കേട്ടോ, പല സന്ദർഭങ്ങളിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ അവൻ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിയുന്ന സമയങ്ങളിലൊക്കെ അവൻ നിസ്കരിക്കുന്നുണ്ട്. ആദ്യത്തേനേക്കാൾ എത്രയോ വലിയ മാറ്റം. അവൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. പലപ്പോഴും നമ്മുടെ ദർസിലേക്ക് അവർ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണത്തിലേക്കൊക്കെ സ്വതക്കൊക്കെ നൽകിയുണ്ടായി. അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കണ്ടിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരുന്നു. ഒന്നുമില്ല, നമ്മൾ അവനോടൊരു ഇസ്മു ചൊല്ലാൻ കൊടുത്തു. അവൻ്റെ മാതാപിതാക്കൾക്ക് ചില ആയത്തുകൾ, നേരത്തെ പറഞ്ഞ ആയത്തുകൾ ചെയ്യാൻ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.